കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ഉടൻ തന്നെ വരും എന്നിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ മുന്നണികളും കടന്നിരിക്കുകയാണ്. പലപ്പോഴും സംസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലങ്ങൾ, അവിടെ നടക്കുന്ന പോരാട്ടങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്തയിൽ ഇടം നേടാറുണ്ട്. അങ്ങനെ പ്രമുഖ നേതാക്കൾ ഒന്നിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയായി ശ്രീലേഖ ചുവരെഴുതി പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ഇവിടെ കെ മുരളീധരനും LDFിൽ നിന്ന് സിറ്റിംഗ് MLA ആയ VK പ്രശാന്തും മത്സരിക്കുമെന്ന് ഉറപ്പായതോടുകൂടി വട്ടിയൂർക്കാവിലെ ഒരു മണ്ഡലത്തിന്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഒരു കനത്ത പോരാട്ടം തന്നെ വട്ടിയൂർക്കാവിൽ ഇത്തവണ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. VK പ്രശാന്തും ഒപ്പം കെ മുരളീധരനും ശ്രീലേഖയും ഒന്നിക്കുമ്പോൾ വലിയൊരു മത്സരം തന്നെ വട്ടിയൂർക്കാവിൽ ഇത്തവണ നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ശ്രീലേഖയുടെ മണ്ഡലത്തിൽ സജീവമാകാൻ BJP നിർദ്ദേശിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം വാർഡിൽ നിന്ന് ജയിച്ച ശ്രീലേഖ മേയറാകാത്തതിൽ പരിഭവത്തിലായിരുന്നു. സമവായത്തിന്റെ ഭാഗമായി വട്ടിയൂർക്കാവിൽ സീറ്റ് നൽകാമെന്ന് പാർട്ടി ഉറപ്പ് നൽകിയാണ് ശ്രീലേഖയെ അനുനയിപ്പിച്ചത്. അതേസമയം സിറ്റിംഗ് MLA VK പ്രശാന്ത് ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് കെ മുരളീധരനെ ഇറക്കുന്നതോടെ വട്ടിയൂർക്കാവിൽ ശക്തമായ ഒരു ത്രികോണ പോര് ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ 2021 വട്ടിയൂർക്കാവിൽ LDF 61,111 വോട്ടും UDFന് 35,455 വോട്ടും NDAക്ക് 39,596 വോട്ടുമാണ് ലഭിച്ചത്. LDFന് 21,515 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് 2021 ലഭിച്ചത്. VK പ്രശാന്ത് മണ്ഡലത്തിൽ ഏറെ ജനകീയനാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കെ മുരളീധരൻ കൂടി എത്തുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി UDF മുരളീധരനെ വട്ടിയൂർക്കാവിൽ ഇറക്കുകയാണെങ്കിൽ ശ്രീലേഖ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറാണ് ശ്രീലേഖ. അപ്പോൾ ശ്രീലേഖയും കൂടി വരുമ്പോൾ ഒരു ത്രികോണ പോര് തന്നെ വട്ടിയൂർക്കാവിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.